അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരായിരി പഞ്ചായത്തിൽ കൊടുന്തിരിപ്പള്ളി ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്ന 1320 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ്, ഹാള്, കിച്ചൺ, വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ കൊടുന്തിരിപ്പള്ളി കൈക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്നത് ബോർവെല്ലാണ്, അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചുറ്റും കോമ്പൗണ്ടുകളോടുകൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഏകദേശം പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഓണർ ചോദിക്കുന്നത് 59 ലക്ഷം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത്. നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് നമുക്ക് ഈ റോഡ്, ഇത് മെയിൻ റോഡാണ്. ഈ മരത്തിൻ്റെ ചെയ്ത് കാണുന്ന ഇത് മെയിൻ റോഡ്, എല്ലാ വാഹനവും വരാവുന്ന റോഡാണ്. ഇത് നേരെ പോയി ചേരുന്നത് നമ്മുടെ കൈക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഏകദേശം നമുക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഏകദേശം 90% വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇതുണ്ടോ എൻഡ് വരെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം 5 മീറ്ററിൻ്റെ റോഡാണ് നമുക്ക് നേരെ ഫ്രണ്ടിൽ വരുന്നത്. കാരണം ആ ഒരു വീട് കൂടെ കഴിഞ്ഞാൽ റോഡ് എൻഡാണ്. ഓക്കെ, അപ്പോൾ 5 മീറ്റർ റോഡ് കാര്യങ്ങളൊക്കെ വരുന്ന പ്രോപ്പർട്ടിയാണ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഗേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ നമുക്ക് ബോർവെല്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബോർവെല്ലിൻ്റെ വാട്ടർ കണക്ഷൻ കാര്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമുക്കിത് ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഏകദേശം ഒരു 90% എബോ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഈ സൈഡിൽ കൂടെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് നമുക്കിതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. ഉണ്ടോ, അത്യാവശ്യം കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് ബാക്കിൽ അത്രയും സ്പേസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോലെ തന്നെ ഒരു വാഹനം, ഒരു കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റും. ഒരു 2 വാഹനങ്ങൾക്കൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല കാർ കയറ്റുന്ന നല്ല കാർ പോർച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഒക്കെ കാര്യങ്ങളുണ്ട്. കാരണം കോമ്പൗണ്ട് വാൾ വരെ നമുക്ക് ഇഷ്ടിക കൊണ്ടാണ് ചെയ്യുന്നത്. ആണോ, നല്ല രീതിയിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ബാക്കിലുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. പുതിയൊരു വീടാണ്. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ നമുക്ക് നല്ല ഗ്രാനൈറ്റ് കൊണ്ടാണ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ കയറുന്ന സമയത്ത് നല്ല വുഡിൻ്റെയാണ് കേട്ടോ. നമുക്ക് കട്ട്ള, വാതിൽ എല്ലാം വെച്ചിരിക്കുന്നത് വുഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാൾ കൊടുത്തിട്ടുണ്ട്. അത് 3 പാളിയുടെ ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ടൈൽസും കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 90% കൂടുതൽ നമുക്ക് വർക്ക് ഫിനിഷ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ചെറിയ ചെറിയ വർക്കുകൾ പെൻഡിങ് ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്തേക്ക് നമ്മുടെ ഓണർ തരുന്നത്. അത് ഇതേപോലെ തന്നെ നമുക്കൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇൻവേർട്ടർ പോയിൻ്റ് വയ്ക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റോർ റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും മിററും ഒക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓണർ കൊടുക്കുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്പേസാണ്, ഒരു ഡൈനിങ് സ്പേസാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കണ്ടോ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ ഇത് നമുക്കൊരു ബെഡ്റൂം സ്പേസാണ്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോകുന്ന സമയത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ക്ലോസറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. മുഴുവൻ സെറ്റ് ചെയ്തിട്ടാണ് ഓണർ കൊടുക്കുന്നത്. പിന്നെ അത് കഴിയുന്ന സമയത്ത് നേരെ ഈ ഒരു ഭാഗത്താണ് ഒരു കിച്ചൺ വരുന്നത്. ഒരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ ആണോ ഇത്രയും ഭാഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്നതിനോ അല്ല അലക്കുകല്ലോ കാര്യങ്ങളോ സെറ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് അപ്സ്റ്റെയറിന്ന് കയറി നോക്കിത്തരാം. അപ്സ്റ്റെയർ കയറുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വെളിച്ചവും കാര്യങ്ങളും കിട്ടാനായിട്ട് നമുക്ക് ശരിക്കും ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. എല്ലാം നല്ല വെളിച്ചവും കാര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്കൊരു ബെഡ്റൂമാണുള്ളത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമും, അങ്ങനെ മൊത്തം 3 ബെഡ്റൂമാണ് കേട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ക്ലോസറ്റും വാഷ് ബേസിൻ്റെയും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. ആണോ, ഈ രീതിയിലാണുള്ളത്. താഴെ നമ്മൾ കണ്ടില്ലേ ഗ്ലാസിൻ്റെ, അതിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. ഇവിടെ ഇത്രയും നല്ല സ്പേസിൽ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ, ഓപ്പൺ ടെറസ്. ഈ ഭാഗത്തേക്ക് നമുക്ക് റൂമോ കാര്യങ്ങളോ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്പേസ് ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ. ശരിക്കും വലിയൊരു മാസ്റ്റർ ബെഡ്റൂം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും. മെയിൻ റോഡാണ്. ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റർ ഉള്ളൂ. ഇതാ കാണുന്നുണ്ടോ ഇടയിൽ, ഇത് 2 കിലോമീറ്റർ മാത്രമേ നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. ഇത്രയും അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. പിന്നെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചോദിക്കുന്നത് 59 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഓണറുടെ അടുത്തിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു വാട്ടർ ടാങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കൊരു വാഷ് ബേസിനും കാര്യങ്ങളും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. പിന്നെ അപ്സ്റ്റെയർ ഇത് മുകളിലേക്കുണ്ട്. മുകളിൽ നമുക്കൊരു ഓപ്പൺ സ്പേസ് കാര്യങ്ങൾ വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. 4 സൈഡും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്.